ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലക്ഷങ്ങൾ കടബാധ്യതയുള്ള വിഷയം. ലോൺ എടുത്തും മറ്റുമൊക്കെ കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്. ബിസിനസ്സിലേക്ക് മറ്റുമൊക്കെ ഇറക്കി പൊട്ടിപ്പോയതിൻ്റെ പേരിൽ കടബാധ്യത വന്നവരുണ്ട്. മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുത്തുന്നവർ കാരണമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. വീട് നിർമ്മാണം, പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഇങ്ങനെ ഏതു രൂപത്തിലുള്ള കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരാണോ, ഒരു പേടിയും പേടിക്കേണ്ട. നമ്മുടെ ഏതു പ്രശ്നങ്ങളും പ്രതിസന്ധികളും റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ 3 അമലുകൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്തു നോക്കും. ഒരു 6 മാസത്തിനുള്ളിൽ നമ്മുടെ കടബാധ്യതയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അതിൽ നിന്നൊരു കുറവ് കിട്ടാൻ കാരണമാകുമെന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഇവിടെ പലപ്പോഴും പലരൊക്കെ വളരെ പ്രയാസപ്പെട്ട് വരുമ്പോഴും നമുക്ക് പ്രതീക്ഷയും അതാണ്. കാരണം നമ്മളിവിടെ എന്തെങ്കിലും പറഞ്ഞങ്ങാക്കി കൊടുക്കുമെന്നല്ല. ഇതൊക്കെ അനുഭവമുള്ള അമലുകളാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കാം, കണ്ടിന്യൂസ്ലി ചെയ്യുക. അത് കാരണമായിട്ട് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളറിയാത്ത രൂപത്തിൽ നമുക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരും. വളരെ എളുപ്പമാണ്, ചെയ്തു നോക്കൂ. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇൻഷാ അള്ളാ ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്നറിയിക്കുകയാണ്. ഞായറാഴ്ച 10 മണിക്കാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത്. അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഖൈറാത്തുകളിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കട്ടെ. ഇൻഷാ അള്ളാ കടം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറേ ആളുകളുടെ വിഷയങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സർക്കിളിലുള്ള, നിങ്ങളുടെ അറൗണ്ടിലുള്ള കുറച്ച് ആളുകളുടെ അനുഭവം മാത്രമേ അറിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഇവിടെ പലപ്പോഴും കുറേ ആളുകൾ വരുന്നുണ്ട്. ഈ വരുന്ന സമയത്ത് അവരുടെയൊക്കെ അനുഭവം അവരിങ്ങനെ പറയുമ്പോൾ നമ്മളതൊന്നും മനസ്സിലാക്കിയ ചില പാഠങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വലിയൊരു ഭീമമായ കടത്തിനെ തൊട്ട് നമുക്ക് രക്ഷ കിട്ടാൻ സാധിക്കും. അതിലൊന്നെന്താണെന്നറിയോ? നമ്മൾ എത്ര ബുദ്ധിമുട്ടിക്കഴിഞ്ഞാലും ലോൺ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പക്ഷേ തോന്നിയേക്കാം, ഉസ്താദിനത് പറഞ്ഞാൽ മതി ലോൺ എടുക്കണ്ട എന്നുള്ളത്. നമ്മളവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ചോദ്യം നിങ്ങളങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്ക്. ഞാൻ ഈ പറയുന്ന കാര്യത്തിനോടൊന്ന് നിങ്ങൾ താരതമ്യം ചെയ്യും. ആയിക്കോട്ടെ, നിങ്ങൾ ലോൺ ഉസ്താദിനെ പറഞ്ഞാൽ മതി, ലോണ് എടുക്കേണ്ട ഒരവസ്ഥ അത്രയുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നതെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അത് മറക്കരുതേ. അതോടുകൂടി തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ലോൺ എടുത്ത ആളുകൾ, നിങ്ങളിപ്പോൾ എടുക്കാൻ നിൽക്കുന്നതല്ലേ ഉള്ളൂ, എടുത്ത ആളുകൾ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. ഇവിടെ ലോൺ എടുത്ത ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ സാമ്പത്തികമായി തകർന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഒരു അനുഭവം എന്ന് പറയണം, നിങ്ങളുടെ പരിചയത്തിലുള്ളവരുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, എല്ലാവരും മനസ്സിലാക്കട്ടെ. ഞാൻ ഇത്രയും ആളുകൾ നമ്മുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ലോൺ എടുത്ത് രക്ഷപ്പെട്ടവരില്ല. ലോൺ എടുത്താൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. ലോൺ എടുത്താൽ നമ്മൾ രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്, നമ്മളൊരു കുഴിയിലേക്കുള്ള, ഒരു പടുകുഴിയിലേക്കുള്ള സഞ്ചാരത്തിലാണ്, യാത്രയിലാണ്. ലോൺ എടുത്താൽ സംഭവിക്കുന്നത് നമ്മളൊരു പടുകുഴിയിലേക്കുള്ള യാത്രയിലാണ്. ആ പടുകുഴിയിലേക്കുള്ള യാത്ര എളുപ്പമായി പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലോൺ എടുക്കുമ്പോൾ താൽക്കാലികമായിട്ട് ഒന്നിപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ട് പിന്നെ നമ്മൾ കുഴിയിലേക്കാണ് പോകുന്നത്. അവനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയൊരു കല്ലും മുള്ളും ചില്ലുകളൊക്കെ ഉള്ള ഒരു വലിയ കുഴി ഉണ്ടെന്ന് സങ്കല്പിക്കാം. ആ കുഴിയിലേക്കുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചാൽ കുഴിയിലേക്കാണ് ചെന്ന് വീഴാനുള്ളത്. അപ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നല്ല റോഡാണ്, നല്ല വഴിയാണ്. അപ്പോൾ ആ വഴിയെക്കുറിച്ച്, നമ്മളിപ്പോൾ കുഴിയിലേക്കാണ് വീഴാൻ പോകുന്നത്, ഈ വഴിയെക്കുറിച്ച് ആരെങ്കിലും ഇത് നല്ലൊരു അവസ്ഥയാണെന്ന് പറയുമോ? ആ സെയിം സിറ്റുവേഷനാണ് കടമെടുക്കുമ്പോൾ, ലോൺ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ ലോൺ എടുത്ത ആളുകളോട് അന്വേഷിച്ച് നോക്കൂ. ഈ അടുത്തൊക്കെ ന്യൂസിൽ വളരെ അധികം പ്രസിദ്ധനായൊരു വ്യക്തി, അയാൾ
അദ്ദേഹം ഈ ഒരു ഒരു ഭരണ തലപ്പത്തിരിക്കുന്ന ഒരാളും കൂടെയാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഒരു MLA യും മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയുടെ അടുത്തെത്തി. അങ്ങനെ അത് ആളുകളൊക്കെ കൂടിയിട്ട്, അവരുടെ പാർട്ടിയൊക്കെ കൂടിയിട്ട് അത് വീട്ടിൽ കൊടുക്കാനൊക്കെ ശ്രമിച്ചു. വീട്ടിൽ കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു അനുഭവം നിങ്ങൾക്ക് ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം യഥാർത്ഥത്തിൽ കടബാധ്യതയിൽ സംഭവിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ലോൺ എടുത്തിട്ട് അദ്ദേഹം പറയുന്നു, എനിക്കത് എടുത്തതിനേക്കാളും കൂടുതൽ അടക്കാനായിരുന്നു എന്ന്. നമ്മളൊരു 5 ലക്ഷം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം എങ്ങനെയെങ്കിലുമൊക്കെ അടക്കാനുള്ള വകുപ്പായി വരികയാണ്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ വായ്പ വാങ്ങിക്കുക. മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് തരൂലാരും. പക്ഷേ നമ്മൾ അങ്ങനെ, ഇത് ഒരു കുഴിയാണ്. ഉസ്താദിനെ പറഞ്ഞു, ഉസ്താദ് തരുമോ, ക്യാഷ് വായ്പ തരുമോ എന്ന് ചോദിക്കുന്നവരോട് ഇത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് പകരം ലോൺ എടുത്ത ആളുകളോട് അനുഭവം ഒന്ന് ചോദിച്ചു നോക്കൂ. വളരെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഉപരി ഇതിപ്പോൾ ഒരു അനുഭവം പറയുന്നത്, അതിനേക്കാളും ഉപരി നമ്മളത് പലിശയുമായി ബന്ധപ്പെടുന്നതാണ്. പൂർണ്ണമായിട്ടും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടരുത്. അള്ളാഹു നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കടം വീട്ടാനുള്ള, നമ്മുടെ എത്ര ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടെങ്കിലും എന്താണെങ്കിലും അത് വീടിക്കിട്ടാനുള്ള നല്ലൊരു മാർഗം പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. തീർച്ചയായും ഒരു കടബാധ്യതയില്ലാതെ നമുക്ക് മരണപ്പെടാൻ കാരണമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ആത്മാർത്ഥമായി ചെയ്തു നോക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, സൂറത്തുൽ വാഖിഅ എല്ലാ പ്രഭാതത്തിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. അത് മറക്കാതെ പാരായണം ചെയ്യുക, ഒഴിവാക്കാതെ പാരായണം ചെയ്യുക. പിന്നെ സൂറത്തുൽ വാഖിഅയുടെയൊക്കെ ഒരു റിയാദയുടെയൊക്കെ രൂപമുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്തു നോക്കുക, നല്ല ഫലം കിട്ടും. സൂറത്തുൽ വാഖിഅ ഒരു ദിവസം ഒഴിവാക്കാതെ പാരായണം ചെയ്യുക. ഓതുന്നതിൻ്റെ മുമ്പ് നെയ്യത്ത് വെക്കുക, എൻ്റെ ലക്ഷങ്ങളെ കടബാധ്യത വീടണം എന്നുള്ള നെയ്യത്ത് വെക്കുക. ഓതിക്കഴിഞ്ഞാൽ ആ കടബാധ്യത വീടിക്കിട്ടാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ചില ആളുകളുണ്ട്, എന്തിനാണ് ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ ഓതുന്നത് റബ്ബിനറിയാം, റബ്ബ് അത് വീട്ടിത്തരും എന്ന ചിന്ത നമുക്കുണ്ടാവരുത്. അള്ളാഹു വീട്ടിത്തരാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരണം എന്നുള്ള ദുആ എപ്പോഴും ഉണ്ടാവണം. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം നൽകുന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നെ കടം വീടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിവാക്കുക എന്നുള്ളതാണ്. അത് കടം വീടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വലാത്ത് പ്രത്യേകമായിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഷാറാൻ ഇമാമൊക്കെ അത് കടം വീടാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഹാനരായ താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ കടം വീടാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സ്വലാത്ത് കൂടെയാണ്. അത് വേണമെങ്കിൽ, അത് മാത്രമല്ല, അത് വേണമെങ്കിൽ അത് ചൊല്ലാം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് കടം വീടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി എന്ന് പറയുന്ന സ്വലാത്ത്, അത് ചൊല്ലുന്നത് കൂടുതൽ ഫലം ചെയ്യും. സ്വലാത്തുൽ ഫാത്തിഹ ഇതിനു വേണ്ടി ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും അതുമായി ബന്ധപ്പെട്ട് ചൊല്ലാവുന്ന. മറ്റൊന്നാണ്, നമ്മൾ ളുഹാ നിസ്കാരം കഴിവിൻ്റെ പരമാവധി ദായിമാക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. അത് നമ്മുടെ കടബാധ്യത വീടിക്കിട്ടാൻ വലിയ കാരണമാകുന്നുള്ളതാണ്. ആ ഒരു സമയത്തുള്ള നിസ്കാരവും ആ സമയത്തുള്ള ദുആവും അതിന് ഇജാബത്തുണ്ട്. വളരെ പവിത്രമേറിയ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്ത് പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ വലിയ ബറക്കത്ത് നൽകണേ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പവിത്രമേറിയ ദുആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ എന്തെങ്കിലും ഒന്ന്, 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും നിരാലംബരായ അശരണരായ പാവപ്പെട്ടവരെ കാണുമ്പോൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക. കടങ്ങൾ വീടിക്കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരമല്ലാത്ത സമയങ്ങളിലൊക്കെ പള്ളിയിൽ ഒരു സ്വഹാബി വര്യനെ കാണണം. എന്താണ് ഈ സമയങ്ങളിലൊക്കെ പള്ളിയിലിരിക്കുന്നത്? സ്വഹാബി വര്യൻ പറയുന്നു, എനിക്ക് ധാരാളം കടമുണ്ട്, ടെൻഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാനൊരു ദുആ പഠിപ്പിച്ചുതരാം, അത് ചൊല്ലുകയാണെങ്കിൽ കടം വീട് ഉറപ്പാണ് കേട്ടോ. നിബിധങ്ങളല്ല പറയുന്നത്. ദുആ പറഞ്ഞു കൊടുത്തു. സ്വഹാബി വര്യൻ അതിങ്ങനെ ചൊല്ലാൻ വേണ്ടി തുടങ്ങി. ബിഇദ്നില്ലാ മാഷാ അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കടം വീട്ടി കൊടുത്തു എന്നാണ് ഹദീസിൽ കാണാം.
ഫഖള അന്നി ദൈനി, എൻ്റെ കടങ്ങൾ അള്ളാഹു വീട്ടി തന്നു എന്നുള്ളത് അനുഭവം പറയുകയാണ്. അതുവായി നമുക്കൊക്കെ അറിയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.